ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ക്യാരറ്റ് നേന്ത്രപ്പഴം പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പഴം സ്റ്റീം ചെയ്തെടുക്കണം. 4 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്റ്റീമറിൽ ഒരു 1/2 ലിറ്റർ വെള്ളം വെച്ചിട്ട് ഈ ബനാന വെച്ച് മൂടി ഒരു 10-15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സ്റ്റീമറിൽ നിന്നും നേന്ത്രപ്പഴം എടുത്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ചൂടോട് കൂടി തന്നെ മാഷ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ റോ സ്മെല്ലൊക്കെ മാറണം. ഒരു വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി അതേ പാനിലോട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ചേർത്ത് കൊടുക്കണം. നേന്ത്രപ്പഴം ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ശർക്കര തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്നൊരു ലേഹ്യത്തിന്റെ പരുവം ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും 1-2 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/2 ലിറ്റർ പശുവിൻ പാൽ കൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും നന്നായി ഇളക്കി കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് കലങ്ങി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ബോയിലാവാൻ തുടങ്ങി. ഈ സമയം വേവിച്ച് വെച്ചിരിക്കുന്ന ചവരിയും കൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മധുരം ബാലൻസ് ആവാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുക. കൂടുതലാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. 250 ml മെഷർമെന്റ് കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു മുറി വലിയ തേങ്ങ എടുത്തിട്ട് അതിൽ നിന്നും കിട്ടിയ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ജസ്റ്റ് ഒന്ന് ബോയിലാവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഏലക്കാ പൊടിയും ചുക്ക് പൊടിച്ചതും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. 1 ടീസ്പൂൺ ചുക്ക് പൊടിയും 1 ടീസ്പൂൺ ഏലക്കാ പൊടിച്ചതുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 350 ഗ്രാം ശർക്കര ചേർത്തിട്ടുണ്ട്. നല്ല മധുരത്തിന്റെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇത്രയൊന്നും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 300 ഗ്രാം ചേർത്ത് കൊടുത്താലും മതിയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പഴം പ്രഥമനാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കിയത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക.
അടിപൊളിയായിട്ടുള്ള ഈ പ്രഥമൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ നിങ്ങളെപ്പോഴും ഉണ്ടാക്കിയെടുക്കും. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഓക്കെ, ബൈ.